CPIM സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതോടെ സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരചിത്രം ഏറെക്കുറെ തെളിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ഭൂരിപക്ഷം സിറ്റിംഗ് എംപിമാരെയും രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താൻ നോക്കുമ്പോൾ വൻ നേതൃനിരയെ തന്നെയാണ് CPIM രംഗത്തിറക്കിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് BJP കടന്നിട്ടില്ലെങ്കിലും സുരേഷ് ഗോപിയും V മുരളീധരനും മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. CPI സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഇന്ന് ചേരുന്ന എക്സിക്യൂട്ടീവിൽ ധാരണയുണ്ടാകും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, മന്ത്രിമാർ ഉൾപ്പെടെ MLA മാർ, ജില്ലാ സെക്രട്ടറിമാർ, വിജയസാധ്യത മാത്രം ലക്ഷ്യം വെച്ചുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ പല മണ്ഡലങ്ങളിലും പോരാട്ടം തീപാറുമെന്നുറപ്പായി. ചില മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരങ്ങളും കാഴ്ചയാകും. കൊല്ലത്ത് NK പ്രേമചന്ദ്രനെ നേരിടാൻ CPM മുന്നോട്ട് വയ്ക്കുന്നത് M മുകേഷ് MLA ആണ്. പത്തനംതിട്ട സാധ്യത മങ്ങിയതോടെ കൊല്ലത്തേക്ക് കുമ്മനം രാജശേഖരൻ എത്തിയാൽ മത്സരചിത്രം മാറും. ആലപ്പുഴയിൽ CPM-ന്റെ AM ആരിഫിനെ നേരിടാൻ KC വേണുഗോപാലോ സിനിമാ താരം സിദ്ദിഖോ എത്തിയേക്കുമെന്നാണ് സൂചനകൾ. KC വേണുഗോപാൽ എത്തിയാൽ ദേശീയ ശ്രദ്ധയാകർഷിക്കും. എറണാകുളത്ത് ഹൈബീഡിനെ വെല്ലുവിളിക്കാൻ CPM പരിഗണിക്കുന്നത് കന്നി അംഗത്തിനിറങ്ങുന്ന KJ ഷൈനിനെയാണ്. തീപാറുന്ന തൃശൂരിൽ TN പ്രതാപനും സുരേഷ് ഗോപിയും VS സുനിൽകുമാറും തമ്മിലാകും ഏറ്റുമുട്ടൽ. കോഴിക്കോട് മുതിർന്ന നേതാക്കളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരിക്കും. MK രാഘവനും എളമരം കരീമും ശക്തമായ പോരാട്ടമായിരിക്കും കാഴ്ചവെക്കുക. ആലത്തൂരിൽ രമ്യ ഹരിദാസിൽ നിന്നും ഇടതുകോട്ട തിരിച്ചുപിടിക്കാൻ ഉറപ്പിച്ചാണ് CPIM മന്ത്രിയായ K രാധാകൃഷ്ണനെ രംഗത്തിറക്കുന്നത്. വടകരയിൽ K മുരളീധരനെ ജനകീയ മുഖമായ KK ശൈലജയെ ഉപയോഗിച്ച് നേരിടാനാണ് CPM തീരുമാനം. കണ്ണൂരിൽ സസ്പെൻസ് ഉണ്ട്. MV ജയരാജനെതിരെ K സുധാകരൻ വന്നാൽ അത് രാഷ്ട്രീയ ആകാംക്ഷയാകും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നാൽ ആനി രാജയാകും CPI മത്സരത്തിനിറക്കുക. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ താഴെയിറക്കാൻ BJP രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കുമെന്നാണ് സൂചനകൾ. പന്നിയന്റെ പേര് ഉയർന്നു കേട്ടെങ്കിലും അപ്രതീക്ഷിതമായൊരു ട്വിസ്റ്റിന് CPI ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം.